ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ ഖുർആൻ? ഖുർആൻ എന്ന് പറഞ്ഞത് മോനെ അള്ളാഹുവിന്റെ കലാമാണെന്നോ, കലാം വചനമാണെന്നോ. അല്ല, ഞാൻ പറഞ്ഞ അല്ലാന്ന്. ശരിയാണ്. പിന്നെന്താ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അദൃശ്യനായ അള്ളാഹു ദൃശ്യമായി നിലകൊള്ളുന്ന യാഥാർത്ഥ്യത്തെയാണ് ഖുർആൻ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ. അതാണ് അശ്ഹദു അല്ലാ ഇലാഹായി, പ്രപഞ്ചമായി പ്രപഞ്ചകർമ്മമായ ഭൂമിയിലേക്ക് ആ നൂറ് തന്നെ ബീജമായി വന്നുകൊണ്ട് ആ ഇലാഹിന്റെ ചെറുരൂപത്തിൽ ദൃശ്യമായി ഇല്ല അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയായി ദൃശ്യമായി വന്ന ആ അള്ളാഹുവാണ് ഖുർആൻ, റസൂലുള്ളാഹിയാണ് ഖുർആൻ. നമ്മൾ ഖുർആന്റെ ഇമാമോ റസൂലുള്ളാഹിയാണ്. അപ്പോൾ ആ ഖുർആൻ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വാക്ക് അല്ല ഖുർആൻ, അത് അറബിയിൽ പറഞ്ഞ വചനമാണ്. ഈ ദൃശ്യമായ നിങ്ങളും ഞാനുമാണ് ഖുർആൻ. പ്രപഞ്ചവും നമ്മളെ ചേർത്ത് വയ്ക്കണം, കൂട്ടി വെക്കുമ്പോൾ അതാണ് ഖുർആൻ. ആ ഖുർആനെ ഓതിക്കൊണ്ട് നോക്കി വായിച്ചുകൊണ്ട് നടക്കണം. അതാണ് മിഹ്റാജ്. അല്ല, നിങ്ങൾ മനസ്സിലാക്കിയല്ല ഖുർആൻ. അത് തിരിച്ചിട്ട് നിങ്ങൾ ഇന്നെ തന്നെ പ്രതിയാക്കുമ്പോ അതാണ് പോകുന്നത്. അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ഖുർആനായിരിക്കും. അങ്ങനെ പറയുമ്പോ ഇപ്പൊ അവൻ സംസാരിക്കുന്നത് ഖുർആനല്ലേ. ശാന്തം പറയുമ്പോ ഈ വേറൊന്ന് പറയാം. നിങ്ങൾ പറഞ്ഞു സൂറത്ത് 15 ഹിജർ 28 മുതൽ 34 വരെയുള്ള വചനം. അള്ളാഹു പറയുന്നു ഖുർആനിലൂടെ, ആദമിനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു വെച്ചു. അതിലേക്ക് എൻ്റെ ആത്മാവിൽ നിന്ന് ആത്മാവ് ഊതിയാൽ, ഇത് ഈ മൺരൂപത്തിലേക്ക് ആത്മാവ് ഇല്ല, അതിൽ ആ ഡെഡ് ബോഡിയാണ്. ഊതിയാൽ നിങ്ങൾ ആ ആദമിന് സുജൂദ് ചെയ്യണമെന്നോ അല്ലേ? പലവരും സുജൂദ് ചെയ്യണം, ചിലവർ സുജൂദ് ചെയ്യില്ല. നിങ്ങളും ആ സുജൂദ് ചെയ്യാത്ത തലത്തിലാണ് ഉള്ളത് ഇപ്പോൾ. കാരണം എന്താ? അത് മണ്ണായ ശരീരമാണ്. ഇതല്ല, ഇതെങ്ങനെ ഞാൻ സുജൂദ് ചെയ്യും? ഞാൻ അള്ളാഹുവിന് മാത്രമേ ചെയ്യുള്ളൂ. ഈ കാഴ്ചപ്പാടിലല്ല എല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു പറഞ്ഞ പോ പിശാചി എന്ന് പറഞ്ഞ അടിപൊളി. അപ്പം സുജൂദ് ചെയ്തവർ എന്ത് ചെയ്ത് സുജൂദ് ചെയ്തു? എന്ത് കണ്ട് സുജൂദ് ചെയ്തു? അവനെ കണ്ട് ആ മൺരൂപത്തിൽ മൺരൂപത്തെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൽ സുസനത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്ത് എന്നിട്ട് അതിലൂടെ ബഷീറും സമീയും അലിയും ഹയ്യും കയ്യുമായി നടന്ന് പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു വെളിവായി. ആ അള്ളാഹുവിനെ കണ്ടവർ സുജൂദ് ചെയ്തു. അതാണ് ആ കാൽക്കൽ വീട് സുജൂദ് ചെയ്യുന്നതും മറ്റേ ഭാരത ദർശനത്തിൽ കൈകൂപ്പി വന്ദിക്കുന്നതും ഒക്കെ അവർ ദൈവത്തെ കാണുന്നു. നിങ്ങൾ അള്ളാഹു ആട്ടി ഓടിച്ച മതി മണ്ണ ശരീരത്തെ കാണുന്നു. അപ്പൊ നിങ്ങൾ ഈ സൃഷ്ടാവ് തന്നെയാണ് ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലൂടെ നിലനിന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കിയും പരിപാലിച്ചും സമ്പാദിച്ചും നശിപ്പിച്ചും പ്രവർത്തിച്ചു പോരുന്ന അള്ളാഹുവാണ് ഇതിലുള്ളത്. ആ ശിവനാണ്, ആ ഈശ്വരനാണ്. എന്താ യഥാർത്ഥം നിങ്ങൾക്ക് കണ്ട്? ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹു ഈ ശരീരത്തെ സൃഷ്ടിച്ച് അതിലേക്ക് തൻ്റെ ആത്മാവ് ഊതിക്കൊണ്ട് നിലനിന്ന് പ്രവർത്തിച്ചു പോയില്ല. ആ യാഥാർത്ഥ്യത്തെ നിങ്ങളും ആ അള്ളാഹു പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ നിൽക്കുക നിങ്ങൾ. അപ്പോഴും അള്ളാഹുവാണ് ഇതിലെ പ്രവേശിച്ച് ഈ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്ന ഞാൻ. അതിന് ആ ബോധത്തിൽ അള്ളാഹ് എത്ര റിയലായ വെളിവാണുള്ളത്. പിന്നെ നിങ്ങൾ വേറെ മുസമ്മിലേക്ക് ഇസമ്മിൽ എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ എന്ത് മനസ്സിലാവും? അള്ളാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയലായി അള്ളാഹു വെളിവാണ് നിങ്ങളിൽ ആണോ? അതോ നല്ലത് മറ്റേതോ നല്ലത്? അറിയാത്ത സാധനം പറഞ്ഞ നടക്കല് പറയുമോനെ പറഞ്ഞ ശരിയാണ്, ബോധ്യമായാലും അത് എടുക്കണ്ടേ?